പ്രാർത്ഥനകൾക്ക് ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഈ പ്രാർത്ഥന കൊണ്ട് എന്തും നേടിയെടുക്കാം എന്ന് പറയുന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ അല്പം താമസിക്കും, ചിലത് നേരത്തെ നടക്കും. പക്ഷേ എങ്കിലും നിഷ്ഠയോടുകൂടി വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നടന്നിരിക്കും. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രാർത്ഥനയോടുള്ള ഒരു ആത്മസമർപ്പണം, ഇത് ഭഗവാന്റെ കാതിൽ കേൾക്കും. ഏത് ഭഗവാനായിരുന്നാലും ഭഗവാന്റെ കാതിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനോ ആയിക്കോട്ടെ സ്ത്രീയോ ആയിക്കോട്ടെ, അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയോ, അതിൻ്റെ മാനസിക വേദനയിലാണ് നിങ്ങളിപ്പോൾ. ഞാൻ പറയുന്നത് അങ്ങനെ വേദന എടുക്കരുതെന്നാണ്. അപ്പോൾ ചിലപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തിരിച്ച് എന്നോട് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്കിത് അനുഭവത്തിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. എനിക്ക് അനുഭവത്തിലേക്ക് ഒരുപാട് ഉള്ളത് തന്നെയാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എനിക്ക് ആദ്യം ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അത് എന്നിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ ആ വേദനിച്ച് ഞാൻ ഒരുപാട് വേദനിച്ച് നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3 മാസം ഞാൻ അതിൻ്റെ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു പിരിമുറുക്കത്തിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, പല ഈ നമുക്കിപ്പം ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തിരികെ കിട്ടാനായിട്ട്. പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, എന്നോട് തന്നെ ചോദിച്ചു, ഈ പ്രപഞ്ചത്തോളം ചോദിച്ചു, ദൈവം എന്നൊന്നില്ലേ? എന്തുകൊണ്ട് എനിക്കതിനെ തിരികെ കിട്ടുന്നില്ല? ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നല്ലേ പറയുന്നത്, പിന്നെ എന്തേ തിരിച്ചു കിട്ടാത്തതെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അതായത് ഒരു 3 മാസക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് വിധിച്ചതേ കിട്ടൂ, അല്ലെങ്കിൽ കൽപ്പിച്ചതേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ ദൈവവിശ്വാസിയാണ്. ഞാൻ അങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ നല്ലതുപോലെ വിശ്വസിക്കുകയും അവരിൽ നമുക്ക് അത്രയും അടുപ്പം വയ്ക്കുകയാണെങ്കിൽ ആ ദൈവം എപ്പോഴും നമുക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ, അല്ലേ? നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ, ആത്മാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ, നമുക്കൊരു മോശമായൊരു കാര്യം നടക്കാൻ ആ സുഹൃത്ത് സമ്മതിക്കില്ല. നമ്മൾ തെറ്റായ വഴികൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ സുഹൃത്ത് നമ്മളെ പിന്തിരിപ്പിക്കും, അല്ലേ? ആ വഴി കൂടെ പോകരുത്. പക്ഷെ നമ്മൾ അതേ മറികടന്ന് നമ്മൾ ആ വഴി കൂടെ സഞ്ചരിച്ചാൽ അവർക്കുണ്ടാകുന്ന ദുഃഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല, അതിനേക്കാളും വലിയ ദുഃഖമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നമുക്ക് നന്മ മാത്രം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ദൈവം നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാത്തത്. പക്ഷേ സാധിച്ചു തരാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തെ കുറ്റം പറയും. അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ ഞാനും അതുപോലെ നടന്നിട്ട് ഏകദേശം ഒരു 3 മാസക്കാലം ഒരു രക്ഷയില്ല. പ്രാർത്ഥനയ്ക്കും ഫലമില്ല, ഒന്നിനും ഫലമില്ല. പിന്നെ ഞാനൊരു 3 മാസക്കാലം ഞാൻ നിന്ന് വിട്ടതെങ്ങനെന്നറിയാവോ? അവിടെയാണ് എനിക്ക് ദൈവം തിരിച്ചറിവ് തന്നത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്നേഹിച്ച ആൾ ഈസി ആയിട്ട് സുഖമായിട്ട് നടക്കുന്നു, അടിപൊളിയായിട്ട് നടക്കുന്നു. അവർ വേറൊരു റിലേഷൻ എടുത്തു. അവർക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ഞാനായിരുന്നു. തിരികെ എന്നെയും സ്നേഹിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സ്നേഹിച്ചു. ആ കുട്ടിയുടേതായിട്ടുള്ള ലൈഫ് തിരഞ്ഞെടുത്തു. അങ്ങനെ അങ്ങ് പോയി. എനിക്ക് വിരോധമല്ല, ഞാൻ ഒരു പാഠം പഠിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ ഈ 3 മാസക്കാലം ദുഃഖിച്ചിടുന്നതിലുള്ള കഥയുണ്ടോ? അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുക. സ്നേഹം പിടിച്ചു വാങ്ങരുത്. എന്തിനാണ് നിങ്ങൾ മാനസിക വിഷമം സ്വയം ഏറ്റെടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് നിങ്ങളെ വേണ്ടാന്ന് വയ്ക്കുക. അന്ധമായ ആരെയും സ്നേഹിക്കാതിരിക്കുക.
ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരികെ കിട്ടാനായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധയിൽ വെക്കുക. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ ദൈവം അവിടെ ഇടപെടുകയുള്ളൂ, നിങ്ങൾക്ക് നടത്തരത്തുള്ളൂ. ഇല്ലാത്തത് നടക്കില്ല. അത് ഞാൻ ആദ്യമേ പറയാം. വെറുതെ പ്രാർത്ഥന ചെയ്തിട്ട് പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ പ്രാർത്ഥന പറയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഒരു വെറ്റില എടുക്കുക. ആ വെറ്റിലയിൽ 5-ൻ്റെയും 1-ൻ്റെയും നാണയത്തൊട്ട്, 5-ൻ്റെയും 1-ൻ്റെയും നാണയത്തൊട്ട്. ഇനി 5-ൻ്റെയും 1-ൻ്റെയും നാണയത്തൊട്ടില്ലേ വേറെ ഏതെങ്കിലും വെച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കാം. ഒരേ ജാതിയിൽപ്പെട്ട വെച്ചാൽ മതി. പിന്നെ ഇതില്ലെങ്കിൽ 1 1 2 2 2 നാണയത്തൊട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു വെറ്റിലയിൽ 2 നാണയത്തൊട്ടുകൾ വയ്ക്കുക. വലത് കൈപ്പത്തിയുടെ അകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിലേക്ക് വെറ്റില വയ്ക്കുക. അതിൻ്റെ മധ്യത്തായിട്ട് 2 നാണയത്തൊട്ട് വയ്ക്കുക. കഴുകി വെറ്റിലയും കഴുകണം കേട്ടോ. എന്നിട്ട് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിക്കുക. ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് ഭദ്രകാളിയെ മനസ്സ് വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ മനസ്സ് വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കണം. ആദ്യം സ്വയം നിങ്ങളുടെ പേര്, നക്ഷത്രം അറിയാമെങ്കിൽ നക്ഷത്രം പറയുക, വയസ്സ് പറയുക. കണ്ണടച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് തന്നെ, കണ്ണ് തുറക്കാണ്ട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണ്, ഒറ്റ കാര്യം ആവശ്യപ്പെടാൻ പാടുള്ളൂ. ആ ആവശ്യം കൃത്യമായിട്ട് പറയുക. അപ്പം നിങ്ങളൊരു സ്നേഹിക്കുന്ന പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ തിരിച്ച് കിട്ടാനാണ് എങ്കിൽ ആ ആളുടെ പേര് പറയുക. നക്ഷത്രം ഒന്നും പറയണ്ട, ആളുടെ പേര് പറഞ്ഞാൽ മനസ്സിൽ ആ ആളിനെ ഓർക്കണം. അങ്ങനെ ഓർത്തുകൊണ്ട് അത് പ്രാർത്ഥിക്കുക. തിരികെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം പറയുക, തിരികെ നമുക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയത്തൊട്ടിനെ ആ വെറ്റിലുകൊണ്ട് തന്നെ പൊതിയണം. പൊതിഞ്ഞിട്ട് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കവറിലോ ഡപ്പയിലോട്ട് വയ്ക്കുക. ഇങ്ങനെ 6 ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാണ്ട് ചെയ്യണം. 6 ദിവസം അങ്ങനെ മുടങ്ങാതെ ചെയ്തിട്ട് എന്നാണോ നിങ്ങൾ പ്രാർത്ഥന തീരുന്നത്, 6-ാം ദിവസം പ്രാർത്ഥന തീരും എങ്കിൽ ആ 6-ാം ദിവസം തീരുന്ന അന്ന് മുതൽ വരുന്ന 6 ദിവസത്തിനുള്ളിൽ ശ്രീകൃഷ്ണ അമ്പലത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ഈ നാണയത്തൊട്ട് കൊണ്ടുപോയി സമർപ്പിക്കണം. അപ്പോൾ സമർപ്പിക്കാൻ പോകുന്നതിൻ്റെ അന്ന് ഈ പേപ്പർ അഴിച്ച് ആ വെറ്റിലയും മാറ്റിയിട്ട് നാണയത്തൊട്ട് മാത്രം ഒരു പേപ്പറിനകത്ത് മുഴുവനായിട്ട് പൊതിഞ്ഞു കൊണ്ടുപോയി അവിടെ കൊണ്ട് സമർപ്പിക്കണം. അത്രമാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ പ്രാർത്ഥന സത്യമാണെങ്കിൽ, നിങ്ങൾക്ക് അത് നല്ലതാണെങ്കിൽ, ആ ബന്ധം നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും 3-ാമത്തെയോ അല്ലെങ്കിൽ 6-ാമത്തെയോ പ്രാർത്ഥനയിൽ അത് നടക്കും. അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ 13 ദിവസത്തിനുള്ളിൽ, നിങ്ങൾ എന്നാണോ സമർപ്പിക്കുന്നത് അന്ന് തൊട്ട് 13 ദിവസത്തിനുള്ളിൽ ആ ആൾ നിങ്ങളെ വിളിച്ചിരിക്കും, അല്ലെങ്കിൽ തിരികെ വന്നിരിക്കും. ഇനി അങ്ങനെ വിളിക്കുന്നില്ല, തിരികെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇനി നിങ്ങൾക്കത് കൂടിയേ തീരൂ, നല്ലതല്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ 13 ദിവസമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. സമർപ്പിച്ചതിന് ശേഷം 13 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഈ 13 ദിവസത്തിനുള്ളിൽ ആൾ വിളിക്കുന്നില്ല, തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതുക നിങ്ങൾക്ക് ചേർന്ന ഒരാളല്ല, നിങ്ങൾ ദുഃഖത്തിലേക്ക് പോകും, നിങ്ങൾ സങ്കടത്തിലേക്ക് പോകും എന്ന്. പക്ഷെ നിങ്ങൾക്ക് അതിന് ശേഷവും അത് വാശിയായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടുക. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഒരു മെസ്സേജ് ഇടുക. നിങ്ങളുടെ പേര്, നക്ഷത്രം, ആളുടെ പേര് വെച്ചിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ആൾ തിരികെ എത്തും, ഉറപ്പാണ്. ഇല്ലെങ്കിൽ നോർമലായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരമല്ല, കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, സത്യമാണ്. ഇനി നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം മാത്രമേ ഉണ്ടോ, എന്ത് കാര്യം പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒറ്റ കാര്യം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.